തഫ്സീറെന്ന് പരിശുദ്ധമായ ഗ്രന്ഥകർത്താക്കൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തപ്പെടുകയാണ്. ഇങ്ങനെ ഒരു സമുദായത്തിലേക്ക്, സമൂഹത്തിലേക്ക് വരികയാണ്. പ്രിയപ്പെട്ടവരെ, യുദ്ധം ചെയ്യുക എന്നുള്ളത്, അന്യനെ കൊല ചെയ്യപ്പെടുക എന്നുള്ളത് അവർക്കൊരു വിഷയമേ അല്ലായിരുന്നു. സ്വന്തം ഒട്ടകം മറ്റുള്ള ഒരുത്തന്റെ പറമ്പിൽ പോയി പുല്ല് തിന്നതിന്റെ പേരിൽ വർഷങ്ങളോളം യുദ്ധം നടത്തിയ ഒരു ജനസമൂഹത്തിലേക്ക് ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നുകൊണ്ട് പറയുന്നത്, നിങ്ങൾ ഒരു ശരീരത്തെയും നിങ്ങൾ അതിക്രമമായി കൊല ചെയ്യപ്പെടരുത് എന്ന്. അതുപോലെ തന്നെ അന്യ സ്ത്രീ പുരുഷന്മാരെന്നൊരു വേർതിരിവില്ലാതെ ആർക്കും എപ്പോഴും എന്ത് ഹറാമിന്റെ പ്രവർത്തനങ്ങളിലും കഴിഞ്ഞുകൂടാൻ പറ്റുമെന്ന ഒരു ചിന്താഗതിയിലൂടെയായിരുന്നു അവരെല്ലാം നടന്നുപോയിരുന്നത്. പിറന്നു വീഴുന്നത് പെൺകുഞ്ഞാണെന്നറിഞ്ഞാൽ അപമാനഭാരത്താൽ കുഴിച്ചു മൂടപ്പെടുന്ന ഒരു ജനസമൂഹത്തിലേക്ക് വന്നുകൊണ്ടാണ് അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത് ശഫീഉൽ വറാ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, الدنيا متاع وخير متاعها المرأة الصالحة شفيعنا رسول الله. ദുനിയാവ് മുഴുവനും നല്ല സമൃദ്ധമായ വിഭവങ്ങളാണ്. ആ വിഭവങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഖൈറായ വിഭവം അൽ മർഅത്തു സ്വാലിഹ, സദ്വൃത്തയായ സ്ത്രീയാണ്, സദ്വൃത്തയായ ഭാര്യയാണെന്ന് ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി. ഉമ്മമാരെ, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം. അൽ മർഅത്തു എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി നിർത്തിയില്ല എന്നുള്ളതാണ്. അൽ മർഅത്തു സ്വാലിഹ, സദ്വൃത്തയായ ഭാര്യയാണ്, സ്ത്രീയാണെന്ന് സയ്യിദുനാ നബി മുഹമ്മദ് മുസ്തഫ. പിറന്നു വീഴുന്നത് പെൺകുഞ്ഞാണെന്നറിഞ്ഞാൽ അപമാനഭാരത്തോടുകൂടി ജീവനോടെ കുടിച്ചു മൂടുന്ന ഒരു കാലഘട്ടം. ജന്മം നൽകിയ പിതാവ് അങ്ങാടികളിലേക്ക് ഇറങ്ങുമ്പോ, അതവരുന്നേ പെൺകുഞ്ഞിൻ ബാപ്പ, പെണ്ണത്ത ബാപ്പ, ഇവനുണ്ടോ അഭിമാനലേശം, അറബിയും ഇവനാണോ. ആ വരുന്നത് ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയവനാണെന്ന് പറഞ്ഞുകൊണ്ട് അപമാനഭാരത്താൽ അവനെ അപഹസിക്കുകയും അതുപോലെ തന്നെ അവനെ എല്ലാ നിലക്കും തരം താഴ്ത്തുകയും ചെയ്യുന്ന ഒരു വിഭാഗത്തിലേക്ക് ദിഹിയത്തുൽ ഖൽബിയുടെ സംഭവം നമ്മുടെ മുമ്പിലുണ്ട്. 7-8 പെൺകുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി എല്ലാ പെൺകുഞ്ഞുങ്ങളെയും കൊന്നു കൊഴിച്ചു കൊണ്ടുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളിവിടെ വളരെ ഗൗരവത്തോടുകൂടി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഇന്നത്തെ കാലഘട്ടത്തിലും അങ്ങനെ ഒരു സാഹചര്യം നിലവിൽ വന്നിട്ടുണ്ടോ എന്ന് പോലും സംശയിക്കുന്ന ഒരു സ്ഥിതിവിശേഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ബദഅൽ ഇസ്ലാമ ഗരീബ വസയഊദു കമാ ബദഅ എന്ന് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആവിർഭാവ കാലം എങ്ങനെയായിരുന്നോ ആ കാലഘട്ടത്തിലേക്ക് അവസാന നാളാകുമ്പോൾ എത്തിപ്പെടുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. തനിക്ക് ജന്മം കൊള്ളുന്നത് പെൺകുഞ്ഞാണെന്നറിയുമ്പോ ഉമ്മയുടെയും ഉപ്പയുടെയും മുഖം ചുളിയുന്ന ഒരു സാഹചര്യം നിലവിൽ വരുന്നുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് പുനഃപരിശോധിക്കേണ്ടതാണ്. കാരണം അത്രമേൽ പെൺകുട്ടികൾ ഒരു ഭാരമാകുന്ന ഒരു കാലഘട്ടമായി പോയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അറിവില്ലാത്തതിന്റെ പേരിലാണ്. നമ്മൾ മനസ്സിലാക്കണം, നമ്മളെല്ലാവരും അങ്ങനെയാണ് എന്നല്ല ഞാൻ പറയുന്നത്. മൊത്തത്തിൽ ഇപ്പോ സാഹചര്യം എന്ന് പറയുന്നത് ജനറേഷൻ കമ്മിയാകുക എന്നുള്ളതാണ്. പലയാതി കാര്യങ്ങളും ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ആണും പെണ്ണും ഒരുപോലെ ആവണം, ജനറൽ ന്യൂട്രാലിറ്റി എന്ന് പറയുന്ന പ്രത്യേക കാര്യങ്ങളൊക്കെ അതിന്റെ ചർച്ചകളും അതിന്റെ വിഷയങ്ങളും മറുവിഷയങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. നമ്മൾ എന്ത് തലകുത്തി മറിഞ്ഞിട്ടും കാര്യമില്ലല്ലോ. ആണ് വേറെ പെണ്ണ് വേറെ, അങ്ങനെ തന്നെയല്ലേ. ജെൻഡർ അവൻ നിശ്ചയിക്കുന്നത് പോലും സ്വന്തമായിരിക്കണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ഇന്ന് ഗവൺമെന്റ് പോലും എത്തപ്പെടുന്നത്. 18 വയസ്സായിട്ട് ആ കുട്ടി എന്ത് പറയുന്നുവോ ആ രീതിയിലായിരിക്കണം ജീവിക്കേണ്ടത്. പ്രായപൂർത്തി എത്തുക ഗവൺമെന്റ് ലെവലിൽ 18 വയസ്സാകുമ്പോഴാണല്ലോ.
ശരീഅത്തിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. 15 വയസ്സ് പൂർത്തിയാകുക, അതല്ലെങ്കിൽ പ്രത്യേകമായ അതിന്റെ അടയാളങ്ങൾ ശരീര ഭാഷകളിൽ കാണിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് അവൻ എന്ത് പറയാണ്? ആ രീതിയിലാണ് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള ജീവിതം. ഒരാള് പറയാണ് ഞാൻ പെണ്ണാണെന്ന് പറഞ്ഞാൽ പെണ്ണായിട്ട് വക വെച്ച് കൊടുക്കണം എന്നുള്ളതാണ്. ഒരു പെണ്ണ് പറയാണ് ഞാൻ ആണാണ് എന്നുള്ളത്. പിന്നെ അതിലൂടെ ശസ്ത്രക്രിയ നടത്തി അവയവം മാറ്റി അവയവം തുന്നിപ്പിടിപ്പിച്ചു. ഏത് രീതിയിലാണെങ്കിലും ഇതൊക്കെ ഒരു ലിബറൽ ചിന്താഗതി ഈ അടുത്ത കാലത്തായി വന്നതാണ്. പരിശുദ്ധമായ ഇസ്ലാമിന്റെ ശരീഅത്തിന്റെ നിയമങ്ങളെ പൊതുസമൂഹത്തിൽ പറയാൻ പറ്റാത്ത വിധം ഇന്ന് ഉസ്താദുമാർ അപമാനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയകളിൽ ഉസ്താദുമാരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്നാ നഹ്നു നസ്സൽന الذിക്റ വഇന്നാ ലഹു ലഹാഫിലൂൻ. ആരെല്ലാം ഏതെല്ലാം സോഷ്യൽ മീഡിയകൾ ഉപയോഗപ്പെടുത്തിയാലും അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീൻ ഖിയാമത്ത് നാൾ വരെ ഇവിടെ നിലനിൽക്കുമെന്ന് അല്ലാഹു പരിശുദ്ധമായ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിച്ചതാണ്. ഞാൻ തിരികെ വരുന്ന പ്രിയപ്പെട്ടവരെ, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ ദീൻ ശരീഅത്തുമായി വരുമ്പോ ഇവിടുത്തെ അവസ്ഥ വളരെ മോശമാണ്. ഞാൻ പറയട്ടെ, തഹിയത്തുൽ ഖൽബി എന്ന് പറയുന്ന ഒരു സ്വഹാബി വര്യൻ ഉണ്ടായിരുന്നുവല്ലോ. ആ സ്വഹാബി വര്യൻ പ്രിയപ്പെട്ടവരെ തന്റെ 8ാമത്തെ കുഞ്ഞ് ജനിച്ചപ്പോ ഭാര്യ കിണഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇനിയുള്ളവർ മോളെയെങ്കിലും നമ്മൾക്ക് വളർത്തിയെടുക്കാം, ഇനി ഈ കുട്ടിയെ നമ്മൾ കൊല ചെയ്യപ്പെടരുത് എന്ന് പറഞ്ഞ് മനസ്സോടെ തഹിയത്തുൽ ഖൽബി എന്ന് മുസ്ലിമായിട്ടില്ല. മുസ്ലിമാകുന്നതിന് മുമ്പ് സംഭവിച്ച സംഭവവികാസങ്ങളെല്ലാം ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു കൊടുക്കുന്നതാണ്. ഈ സംഭവം ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. 8ാമത്തെ കുട്ടിയും ജനിച്ചപ്പോ ഭാര്യ പറഞ്ഞു, അല്ലയോ പ്രിയതമാ, നമുക്ക് ഈ ജന്മം തന്ന ഈ കുഞ്ഞുണ്ടല്ലോ, നമുക്ക് ജനിച്ച ഈ പെൺകുഞ്ഞുണ്ടല്ലോ, ഈ പെൺകുഞ്ഞിനെയെങ്കിലും നമുക്ക് വളർത്തിയെടുക്കേണ്ടതുണ്ട്. നമ്മുടെ വയോവൃദ്ധരായി നമ്മൾ കഴിയുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മളെ നേരാവണ്ണം ശുശ്രൂഷിക്കാൻ ഒരു മകളെങ്കിലും നമുക്ക് വേണ്ടതുണ്ടല്ലോ. അതുകൊണ്ട് ഈ മകളെ നമ്മൾ കൊല്ലരുത് പ്രിയതമാ എന്ന് തന്റെ പ്രിയതമയെ വിളിച്ചുകൊണ്ട് തഹിയത്തുൽ ഖൽബിയുടെ ഭാര്യ പറയുമ്പോ, അതേ നമുക്ക് അങ്ങനെ ചെയ്യാമെന്ന് മനസ്സോടെ സമ്മതിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഭാര്യ ഒരു ദിവസം പുറത്തു പോയ ടൈമിൽ വിഷയം നാം വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞ സമയം കളയുന്നില്ലെങ്കിലും ഈ വിഷയത്തിന്റെ മർമ്മത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോവുകയാണ്. തന്റെ ഭാര്യ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഏതാനും ദിവസങ്ങൾക്കകം പുറത്തു പോയപ്പോ അതാ മോളോട് അണിഞ്ഞൊരുങ്ങി നിൽക്കാൻ പറയുകയാണ്. അങ്ങയുടെ ഉപ്പ അണിഞ്ഞൊരുങ്ങി നിൽക്കാൻ പറയുന്നതനുസരിച്ച് മോൾക്ക് ഏകദേശം 4-5 വയസ്സെത്തി പ്രായമെത്തിയിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ലോകത്തിന്റെ പല കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കുന്ന ഒരു പ്രായപരിധിയിലേക്ക് തഹിയത്തുൽ ഖൽബി എന്ന് പറയുന്ന സ്വഹാബി വര്യന്റെ മോളെത്തിയിട്ടുണ്ട്. മോളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, മോളെ പൊന്നുപ്പ മോളെ കൂട്ടി ഇന്ന് പുറത്തു പോകാമെന്ന് ഉദ്ദേശിക്കുകയാണ്. അതുകൊണ്ട് തന്റെ ഉമ്മാനെ ഒന്ന് വിളിക്കണം, എവിടേക്കാണ് ഉമ്മ പോയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കി ഉമ്മയെ വിളിച്ചു കൊണ്ടുവരാൻ മോളോട് പറയുകയാണ്. അപ്പോഴേക്കും അതാ ഉമ്മ കടന്നു വരുന്നു. മോളെ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന തിരക്കിലാണ്. മോളോട് ചോദിക്കുന്നു, മോളെ എന്റെ ഉമ്മ എങ്ങോട്ടാണ് മോളെ ഒരുങ്ങി നിൽക്കുന്നത്? മോള് പറഞ്ഞു കൊടുക്കുകയാണ്, എന്റെ പ്രിയ പിതാവ് പറഞ്ഞു, എന്റെ ഉപ്പ എന്നോട് പറഞ്ഞു, ഉപ്പാന്റെ കുട്ടി ഒന്ന് മാറ്റി അണിഞ്ഞു ഒരുങ്ങി നിൽക്കുമോ? ഉപ്പാന്റെ പെണ്ണുമോളെ കൊണ്ട് ഞാനൊന്ന് പുറത്തു പോവാൻ വേണ്ടിയാണ്. തഹിയത്തുൽ ഖൽബി മോളോട് പറയുമ്പോ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി ഉമ്മയും സഹായിച്ചു കൊടുക്കുകയാണ്. ഉമ്മ ഇന്നേ വരെ ഇല്ലാത്ത രീതിയിൽ മോളെ അണിഞ്ഞൊരുങ്ങി എല്ലാ നിലക്കുമുള്ള കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു. അവസാനമായി അണിഞ്ഞൊരുങ്ങി ഉപ്പയുടെ കൂടെ പറഞ്ഞേക്കുമ്പോ ആ മോളുടെ കവിളിനതാ ഉമ്മ മുത്തം കൊടുത്തുകൊണ്ട് ഉപ്പയുടെ കൂടെ പറഞ്ഞു വിടുകയാണ്. ഈ ലോകത്തിൽ ഇത്രമേൽ വിശ്വസിക്കാൻ പറ്റിയ ഒരാളില്ലല്ലോ എന്റെ മോൾക്ക്. ആ ഉപ്പയോടുകൂടെയാണല്ലോ പറഞ്ഞു വിടുന്നത് എന്ന വലിയ ഉദ്ദേശത്തോടെ, നല്ല ഉറപ്പോടെ, വിശ്വസ്തയോടെ
പുതിയാപ്പിളയായ ദിഹിയത്തുൽ ഖൽബിയുടെ കൂടെ ഈ മകളെ അങ്ങ് പറഞ്ഞു വിടുകയാണ്. ദിഹിയത്തുൽ ഖൽബി തന്റെ പൊന്നുമോളെയും കൂട്ടിക്കൊണ്ടങ്ങനെ നടന്ന് പോകുമ്പോ പൊന്നുമോള് ചോദിക്കുന്നുണ്ട്. കാരണം ഇത്രകാലം പൊന്നുമോള് പുറത്തിറങ്ങിയിട്ടില്ല. കാരണം എങ്ങാനും പുറത്തിറങ്ങി ഉപ്പയുടെ കൈ പിടിച്ചൊരു പെൺകിടാവ് നടക്കുന്നത് കണ്ട അറബിൽ കളിയാക്കും, പരിഹസിക്കും. ഇതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി ഇന്നേ വരെ മോള് പുറം ലോകം കണ്ടിട്ടില്ല. പുറം ലോകം കാണാത്ത മോളെയും കൂട്ടിക്കൊണ്ട് ദിഹിയത്തുൽ ഖൽബി കൈ പിടിച്ചുകൊണ്ട് മോളെയും കൂട്ടി അങ്ങനെ ദൂരേക്ക് കൺമറഞ്ഞു പോകുന്നത് ഇങ്ങനെ ഇവിടെ നിന്നുകൊണ്ട് അതാ നോക്കുന്നു. തന്റെ പ്രിയതമനും അതുപോലെ തന്നെ തന്റെ പൊന്നുമോളും നടന്നു പോകുന്ന ആ കൗതുകരമായ സുന്ദരമായ കാഴ്ച കണ്ടുകൊണ്ട് കൺകുളിർക്കെ കണ്ടുകൊണ്ട് കണ്ണിൽ സന്തോഷത്തിന്റെ കണ്ണുനീരുറ്റി വീടുകയാണ്. പ്രിയപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വന്നുകൊണ്ട് മുസ്ലിമായി കൊണ്ടുകൊണ്ട് ദിഹിയത്തുൽ ഖൽബി മുസ്ലിമാവാൻ വേണ്ടി മുത്തുനബിയുടെ മുമ്പിൽ വന്നുകൊണ്ട് പറഞ്ഞു കൊടുക്കുകയാണ്. നബിയേ, പരിശുദ്ധമായ ദീനിലേക്ക് എനിക്ക് കടന്നു വരണം. തെറ്റുകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. എന്താണ് ദിഹിയ നീ ചെയ്ത തെറ്റെന്ന് പറയുമ്പോ തെറ്റിനിങ്ങനെ വിശദീകരിച്ചു കൊടുക്കുന്ന കൂട്ടത്തിലാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. എന്റെ ജീവിതത്തിൽ ഏറ്റവും സംഭവബഹുലമായ ചരിത്രമുണ്ടായത് ഇതാണ് നബിയെ എന്ന് പറഞ്ഞുകൊണ്ട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. ദിഹിയത്തുൽ ഖൽബി പൊട്ടി കരയുന്നുണ്ട്. കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി ഒഴുകി വീഴുന്നുണ്ട്. തന്റെ മജ്ജയിലും മാംസയിലും തിറന്നു വീണ ഒരു കുഞ്ഞിന്റെ അവസാന കഥയാണ് പറഞ്ഞു കൊടുക്കുന്നത്. മുത്തുനബിക്ക് വിശദീകരിച്ചു കൊടുക്കുകയാണ്. നബിയെ, ഞാൻ എന്റെ പിഞ്ചോമന മകളെയും കൂട്ടിപ്പോകുമ്പോ ഇതിനെക്കുറിച്ചും അതിനെക്കുറിച്ചും ലോകത്ത് കാണുന്ന ദുനിയാവിൽ കാണുന്ന പലതിനെ കുറിച്ചും എന്റെ മോളെന്നോട് ചോദിക്കുന്നുണ്ട്. നബിയെ, കുഞ്ഞിനെ കൂട്ടി പുറത്തേക്ക് ആദ്യമായിട്ട് പോവുകയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. നമുക്കൊക്കെ മക്കളുണ്ട്, പെൺമക്കളുണ്ട്, ആൺമക്കളുണ്ട്. ഈ എട്ടും പൊട്ടും തിരിയാത്ത ഒരു കുഞ്ഞിനെയും ഒരു പെൺകുഞ്ഞിനെയും കൈപിടിച്ചിങ്ങനെ പോകുമ്പോ ഉപ്പാനോട് ചോദിക്കാൻ അറിയാത്ത കാര്യങ്ങളൊക്കെ കുറിച്ച്, ഉപ്പ ഇതെന്താണ്, ഇതെന്ത് ചെടിയാണ്, ഇതെന്ത് മരമാണ്, ഇതൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോ ഉപ്പ ആ കാര്യങ്ങളൊക്കെ വളരെ വിശദമായി മോൾക്ക് ഇങ്ങനെ അവതരിപ്പിച്ചു കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കണം. അവസാനം ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്നു ദിഹിയത്തുൽ ഖൽബിയുടെ ലക്ഷ്യസ്ഥാനമുണ്ട്. ഇന്നലെ വെട്ടിവെച്ച കുഴിമാടത്തിന്റെ അടുത്ത് ചെന്നുകൊണ്ട് പ്രിയപ്പെട്ടവരെ തന്നിൽ പിറന്ന പെൺകുഞ്ഞിനോട് ആ കുഴിമാടത്തിന്റെ അടുത്തെത്തിക്കൊണ്ടുകൊണ്ട് പറയുകയാണ്, മോളെ, ഉപ്പ ഇത് ഇന്നലെ നിനക്ക് കാണാൻ വേണ്ടി വെട്ടിവെച്ചതാണ്. ഈ കുഴിക്ക് എത്ര ആഴമുണ്ട് എന്ന് നീ ഒന്ന് നോക്കുമോ മോളെ? എട്ടും പൊട്ടും തിരിയാത്ത നിഷ്കളങ്ക മനസ്സിന്റെ ഉടമയായ ആ പെൺകുഞ്ഞി ആ കുഴിമാടത്തിലേക്ക് ഇങ്ങനെ നോക്കുകയാണ്. ഉപ്പാ, ഇത് ഒരുപാട് ആഴമുണ്ടല്ലോ ഉപ്പാ. പ്രിയപ്പെട്ടവരെ, സ്വന്തം രക്തത്തിൽ പിറന്ന കുഞ്ഞിനോട് വീണ്ടും ഒന്നും കൂടി നീ നോക്കണമെന്ന് ആവശ്യപ്പെടുമ്പോ പ്രിയപ്പെട്ടവരെ, ദിഹിയത്തുൽ ഖൽബി സ്വന്തം രക്തത്തിലും മജ്ജയിലും മാംസത്തിലും പിറന്ന പെൺകുഞ്ഞിനെ പുറകിൽ നിന്ന് ഒരൊറ്റ തള്ളാണ് ആ കുഴിമാടത്തിലേക്ക് ഉപ്പാ എന്നാർത്തട്ടവശിച്ചുകൊണ്ട് ആ കുഴിമാടത്തിന്റെ അഗാധ ഗർത്തത്തിലേക്ക് ആ പിഞ്ചോമന മോളന്ന് വീഴുമ്പോ പിഞ്ചോമനയുടെ ആർത്തനാദം കേൾക്കാൻ കഴിയാതെ ഒരു പിതാവിനെ കൊണ്ട് താങ്ങാൻ കഴിയാത്ത ഒരു പിതാവിനെ ആർത്തനാദം കേൾക്കാൻ കഴിയാതെ വന്നപ്പോ നേരത്തെ കരുതി വെച്ച പാറകഷ്ണം ഉരുട്ടി കൊണ്ടുവന്നുകൊണ്ട് തന്റെ രക്തത്തിൽ പിറഞ്ഞ ആ പിഞ്ചോമന കുഴിമാടത്തിലേക്ക് വീണ ആ സ്ഥലം നോക്കി ഉരുട്ടിക്കൊണ്ടുവന്നുകൊണ്ട് ആ പിഞ്ചോമനയുടെ ശിരസിലേക്ക് ഇടുകയാണ്. അതോടുകൂടി ഇന്നാലില്ല ആ പിഞ്ചോമന ഈ ഭൂമി ലോകത്ത് നിന്ന് വിട പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ കഥ മുത്തുനബിയുടെ അടുക്കൽ വന്നുകൊണ്ട് ദിഹിയത്തുൽ ഖൽബി ഇങ്ങനെ വിശദീകരിക്കുമ്പോ ഹബീബായ മുത്തുനബിയുടെ കൺതടങ്ങളിൽ കണ്ണുനീർ ധാരധാരയായി ഉറ്റി വീഴുകയാണ്. മുത്തുനബി
മാപ്പില്ലതിയോ. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് വന്നുകൊണ്ട് ദിഹിയത്തുൽ ഖൽബി വിഷയം പ്രതിപാദിക്കുമ്പോ ദിഹിയോട് പറയുന്നു, നിനക്ക് മാപ്പില്ല, നീ എത്രമേൽ അപരാധം ചെയ്തവരാണ്. അതാ വരുന്നു മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നുകൊണ്ട് പറഞ്ഞു കൊടുക്കുകയാണ്, നബിയെ, ഒരാളെയും വിഷമത്തിലാക്കരുത്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. അല്ലാഹു സർവമാന പാപങ്ങളും പൊറുക്കുന്നവനാണ്. പരിശുദ്ധമായ ദീനിലേക്ക് കടന്നുവരലോടുകൂടി എല്ലാ പാപങ്ങളും അവർക്ക് പുറത്തു കൊടുക്കുമെന്ന് ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് മാലാഖ ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നുകൊണ്ട് പരിശുദ്ധമായ ഖുർആനിന്റെ വചനം ഓതിക്കൊടുക്കുകയാണ്. ഇങ്ങനെ ഓരോ സന്ദർഭത്തിനനുസരിച്ച് പരിശുദ്ധമായ യത്ലു അലൈഹിം ആയാതിഹി, അവർക്ക് പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ ഇങ്ങനെ ഓതി കേൾപ്പിച്ചു കൊടുത്ത് അവരെ പരിപൂർണമായി തസ്കിയത്ത് ചെയ്തെടുത്തു, ഫിൽട്രേഷൻ ചെയ്തെടുത്തു അവരെ പരിപൂർണമായി. വൈനിലും വാറിലും ഉമണിലും എല്ലാ നിരക്കും അധാർമികമായ ഒരു ബോധത്തിൽ അടിമപ്പെട്ട് ജീവിക്കുന്ന ഒരു സമുദായത്തെ, ഒരു സമൂഹത്തെ സ്വർഗത്തിന്റെ ഉത്തുംഗതയിലേക്ക് എത്തിച്ച ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹ്. ഈ ദുനിയാവിന്റെ മുകളിൽ നിന്ന് തന്നെ സുഖലോക സ്വർഗത്തിലേക്ക് സർട്ടിഫിക്കറ്റ് ചെയ്ത 10 അശ്റത്തുൽ മുബശ്ശിരീനെ ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എടുത്തത്. നബി ബക്കരി മഅന്നമരി എന്ന് പറയുന്ന ബുർദയുടെ അവസാനത്തെ ബൈത്തുകളിലൂടെ നമ്മൾ കേൾക്കാറുണ്ടല്ലോ. ഇത്രമേൽ അധാർമികതമായ ബോധത്തിലൂടെ ജീവിച്ചു പോകുന്ന ഒരു മനുഷ്യ സമൂഹത്തെ പരിശുദ്ധമായ ഖുർആനിന്റെ യത്ലു അലൈഹിം ആയാതിഹി, പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകളെ ഓതി കേൾപ്പിച്ചുകൊണ്ട് അവരെ ഇത്രമേൽ ഉത്തുംഗതയിലേക്ക് എത്തിച്ചത് ഈ പരിശുദ്ധമായ ഖുർആനാണ്. പരിശുദ്ധമായ ഖുർആൻ ചില്ലറയല്ല പ്രിയപ്പെട്ടവരെ. പരിശുദ്ധമായ ഖുർആനിന്റെ മുഅ്ജിസാത്ത്, അതിന്റെ സവിശേഷതകൾ പറയുകയാണെങ്കിൽ അതിനെ മാത്രം നമ്മൾ ഒരു ദിവസം മാറ്റിവെക്കേണ്ട. ഒരു ദിവസം മാത്രം പറഞ്ഞാൽ മതിയാകുമോ? പരിശുദ്ധമായ ഖുർആനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി ബഹുമാനപ്പെട്ടവർ പറഞ്ഞത് എന്താ? എന്റെ ഒട്ടകത്തിന്റെ മൂക്ക് കയറെങ്ങാനും പോയിട്ടുണ്ടെങ്കിൽ ആ മൂക്ക് കയറ് പോലും ഞാൻ തെരഞ്ഞു പിടിക്കുക പരിശുദ്ധമായ ഖുർആനിൽ നിന്നായിരിക്കുമെന്ന് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. ഖുർആനിനെ അറിയേണ്ട വിധത്തിൽ അറിയുക എന്നുള്ളതാണ്. അതിന്റെ പാരായണ ശൈലി, അതിന്റെ നിയമങ്ങൾ, എന്തെല്ലാം കാര്യങ്ങളുണ്ട്. പരിശുദ്ധമായ ഖുർആനിലേക്ക് ഇങ്ങനെ നമ്മൾ കണ്ണോടിക്കുമ്പോൾ പരിശുദ്ധമായ ഖുർആനിന്റെ അവതരണം കേട്ട് മുസ്ലിമായ സ്വഹാബിവര്യന്മാരില്ല. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ അവതരണം കേൾക്കാൻ വേണ്ടി മുത്തുനബി എപ്പോഴും, ഇബ്നു മസ്ഊദേ, പരിശുദ്ധമായ ഖുർആൻ ഒന്ന് എനിക്ക് ഓതിത്തരുമോ എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് എപ്പോഴും പറഞ്ഞിരുന്നു. എപ്പോഴും ആ പരിശുദ്ധമായ ഖുർആനിന്റെ സുന്ദരമായ വചനങ്ങൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം. പരിശുദ്ധ ഹറമിലൊക്കെ പോയി നമ്മളൊരു നിസ്കാരത്തിലൊക്കെ കൂടിയാൽ, ഉംറക്ക് പോയതില്ലേ, ഇവിടെ ഒന്ന് കൈവന്തിച്ചാടി. ഉംറക്ക് പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവന്തിച്ചാടി. അല്ലാഹു നിങ്ങൾക്കൊക്കെ എത്രയും പെട്ടെന്ന് അവിടെ എത്താനുള്ള തൗഫീഖ് നൽകട്ടെ. മാഷാ അല്ലാഹ്, ഒരാളുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആഗ്രഹിച്ചോളും പ്രിയപ്പെട്ടവരെ, ആണ് നടക്കും. മതിയായ ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ അത് നടക്കും. ഞാൻ വിഷയത്തിലേക്ക് തന്നെ വരികയാണ്. പരിശുദ്ധമായ ഖുർആൻ എന്ന് പറയുന്നത് കവിതയാണോ? പരിശുദ്ധമായ ഖുർആൻ ആണോ? കവിത അല്ല. എന്നാ ഗദ്യമാണോ? ഗദ്യമല്ല. പദ്യവുമല്ല. പിന്നെന്താ? എന്നാ ഗദ്യമുണ്ടോ? ഗദ്യമുണ്ട്. പദ്യമുണ്ടോ? പദ്യവും ഉണ്ട്. ഇമാമികൾ ചർച്ച ചെയ്യുന്നുണ്ട്. അറഅയ്തൽ ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലികൽ ലദീ യദഉൽ യതീമ. പദ്യാക്കി പാടാൻ പാടില്ല, പക്ഷെ ഖുർആനിന്റെ അമാനുഷികത ബോധ്യപ്പെടാൻ
ബഹുമാനപ്പെട്ട മഹത്തുക്കൾ ഈ കാര്യം ചർച്ച ചെയ്യുന്നുണ്ട്. എന്ന് പറയുന്ന ആയത്തിന് നേരത്തെ അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദ്ഉൽ യതീം. അതാണ് അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദ്ഉൽ യതീം. പരിശുദ്ധമായ ഖുർആനിന്റെ അമാനുഷികതമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, വലിയ ഒരു ബഹറാണ് ഇതിനെ കുറിച്ച് സംസാരിക്കുമ്പോ. കാരണം ആ വഹി മുത്തുനബിയിലേക്ക് ഇറങ്ങുമ്പോ ഭാരം കൊണ്ട് മുത്തുനബി വിഷമിക്കാറ് പതിവുണ്ടായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട സ്വഹാബത്ത് അവരുടെ അനുഭവ ചരിത്രം ഹദീസിലൂടെ നമ്മോട് പങ്കുവെക്കുന്നുണ്ട്. അത്രമേൽ ഭാരത്തോടുകൂടിയാണ് പരിശുദ്ധമായ ഖുർആനിന്റെ തിരുവചനങ്ങൾ മാലാക മുഖറബുൽ അംലാഖ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് മുത്തുനബിയിലേക്ക് ഇറങ്ങാതെ അത്രമേൽ ഭാരമായിരിക്കുന്ന മുത്തുനബി ആകെ പരിഭ്രമിച്ച് ആകെ ഒരു വെപ്രാളപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരെ എത്തും വെളിയിറങ്ങുന്ന ഓരോ ടൈമുകളിലും എന്ന് ബഹുമാനപ്പെട്ട സ്വഹാബത്ത് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലൂടെ സ്വഹാബികളെ ഉദ്ധരിച്ച് ബഹുമാനപ്പെട്ട മുഹദ്ദിസീങ്ങൾ നമ്മെ പരിചയപ്പെടുത്തുന്നുണ്ട്. ആ പരിശുദ്ധമായ ഖുർആനിനെ വയുഅല്ലിമുഹുൽ കിതാബ എന്നിട്ട് യത്ലു അലൈഹിം ആയാതിഹി പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകളെ അവർക്ക് ഓതി കേൾപ്പിച്ചു. എന്നിട്ടോ വയുസക്കീഹിം അവരെ തസ്കിയത്ത് ചെയ്തു, അവരെ ഫിൽട്രേഷൻ ചെയ്തു, എല്ലാ നിലക്കും അവരെ പ്യൂരിഫൈ ചെയ്തു. ഇത്രമേൽ അധർമ്മത്തിൽ അതുപോലെ തന്നെ എല്ലാവിധ പരിധികളും ലംഘിച്ചു കൊണ്ടുപോയ ഒരു ജീവിതത്തിന് അടിമപ്പെട്ട ഒരു ജനസമൂഹത്തെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ ഓതി കേൾപ്പിച്ചുകൊണ്ട് പരിശുദ്ധമായ ദീനീ ശരീഅത്തിന്റെ ഉലൂമുകൾ അവർക്ക് നൽകിക്കൊണ്ട് അവരെ തസ്കിയത്ത് ചെയ്തെടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എത്രമേൽ വലിയ അപരാധങ്ങൾ ചെയ്തു കൂട്ടിയ സമൂഹമായിരുന്നു. നേരത്തെ ദഹിയത്തുൽ ഖൽബിയെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഈ പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയിട്ട് പോലും അതിനെ വിശ്വസിക്കാത്തവരുണ്ടായിരുന്നു. അബൂജഹലിനെ പോലെ, ഉത്ബയെ പോലെ, ശൈബത്തിനെ പോലെ, വലീദിനെ പോലെ അങ്ങനെയുള്ള മക്കാ ഖുറൈശികളിൽ പ്രമുഖരായ ഒരുപാട് ആളുകൾ പരിശുദ്ധമായ ഖുർആനിന്റെ ആ ഹുദാവുന്ന നൂറാവുന്ന വെളിച്ചം അവരുടെ ഖൽബിലേക്ക് ഇറങ്ങാനുള്ള ഒരു തൗഫീഖ് അവർക്കുണ്ടായില്ലല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ചുകൊണ്ട് ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹ് മദീന മുനവ്വറയിലെ പച്ചക്കുബ്ബയുടെ താഴ്ഭാഗത്ത് അന്ത്യവിശ്രമം കൊണ്ട് നമ്മളുടെ ഈ പ്രഭാഷണത്തിലേക്ക് എല്ലാ നിലക്കും റൂഹിനെ സമർപ്പിച്ചുകൊണ്ട് പച്ചക്കുബ്ബയുടെ താഴ്വാരത്ത് അന്തി ഇറങ്ങുന്ന എന്റെയും നിങ്ങളുടെയും ചങ്കിലച്ചോലയായ റഹ്മത്തുൽ ലിൽ ആലമീൻ റാഹത്തുൽ ആശിഖീൻ മുറാദുൽ മുസ്താഖീൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ചുകൊണ്ട് പറയുന്നു, ഇബ്നു മസ്ഊദ്, എനിക്ക് പരിശുദ്ധമായ ഖുർആൻ ഓതി തരണം. ഇത് പറയുമ്പോ അപ്പുറത്ത് കഅബയുടെ അടുത്ത് അബൂജഹലുണ്ട്, ഉത്ബയുണ്ട്, ശൈബയുണ്ട്, ഖുറൈശി പ്രമുഖന്മാരിൽ ഏറ്റവും വലിയ പ്രമുഖരൊക്കെ ഇരിക്കുന്ന ഒരു സദസ്സിൽ വെച്ചുകൊണ്ട് ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനെ സാക്ഷിയാക്കി പറയുന്നു, പരിശുദ്ധമായ ഖുർആൻ ഇവിടെ നിന്ന് ഉറക്കെ ആർക്ക് ഓതാൻ കഴിയുമെന്ന്. ജഹ്രിയായ പ്രബോധനത്തിലേക്ക് ഇറങ്ങുമ്പോ സിദ്ദിയായ പ്രബോധനം ഉണ്ടായിട്ടുണ്ട്, ജഹ്രിയായ പ്രബോധനവും ഉണ്ടായിട്ടുണ്ട്. ഇസ്ലാമിലേക്ക് ആളുകളെ ക്ഷണിക്കുമ്പോ വളരെ രഹസ്യമായി എല്ലാ നിലക്കും ക്ഷണിക്കൽ നടത്തിയ പ്രബോധന പ്രവർത്തനങ്ങൾ മുത്തുനബിയുടെ കാലഘട്ടത്തിലുണ്ടായി. കുറച്ചൊക്കെ അത് പരിവർത്തിച്ച് അതിന്റെ പ്രബോധനങ്ങൾ എത്തപ്പെട്ടപ്പോ ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ പോലെയുള്ള പ്രമുഖരായ സ്വഹാബികൾ കടന്നു വന്നപ്പോ അത് ജഹ്രിയിലേക്ക് പ്രത്യക്ഷത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഈ പ്രത്യക്ഷ പ്രബോധനം
നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഖുറൈശി പ്രമുഖന്മാരുടെ അടുക്കൽ വെച്ചുകൊണ്ട് കഅബ ശരീഫിന്റെ മതാഫിൽ വെച്ചുകൊണ്ട് എനിക്കാരാണ് പരിശുദ്ധമായ ഖുർആൻ ഓതിയൊന്ന് എനിക്ക് കേൾപ്പിക്കുമോ എന്ന് ചോദിക്കുമ്പോ അതാ സദസ്സിൽ നിന്ന് ചെറിയ ഒരു മനുഷ്യനായ ഇബ്നു മസ്ഊദ്, ശരീരം കൊണ്ട് ഏറ്റവും ചെറിയ ഒരു കുറിയ മനുഷ്യനായിരുന്നു. ആ സ്വഹാബി വരെ എണീറ്റുകൊണ്ട് പറയുന്നു, അന യാ റസൂലല്ലാഹ്, നബിയേ നബിയേ, ഞാൻ അങ്ങേക്ക് പരിശുദ്ധമായ ഖുർആൻ ഓതിത്തരാറുണ്ടല്ലോ, ഞാൻ തന്നെയാണ് ഇന്ന് ഓതിത്തരുന്നതെന്ന് പറഞ്ഞു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു നബിയോട് പറഞ്ഞു, ഞാൻ ഓതിത്തരാം നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് മുത്തുനബിയുടെ അടുക്കലേക്ക് ഓടി ചെല്ലുകയാണ്. അതാ ഖുറൈശി പ്രമുഖന്മാർ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അബൂജഹലിനൊക്കെ ദേഷ്യം വരുന്നുണ്ട്. കാരണം ഈ മുഹമ്മദ് ഇവിടെ നടത്തിയ പരിവർത്തനം എത്രയാണ്. ഞങ്ങളുടെ മുമ്പിൽ വന്നുകൊണ്ട് ഉറക്കെ പരിശുദ്ധമായ ഖുർആൻ എന്നവൻ അവകാശപ്പെടുന്ന അവന്റെ ദിവ്യ സന്ദേശം ഓതിക്കൊടുക്കാൻ പോലും ഈ മക്കാ രാജ്യത്ത് ആളുണ്ടായെങ്കിൽ മുഹമ്മദ് വല്ലാത്ത പരിവർത്തനമാണ് നടത്തിയതെന്ന് പറഞ്ഞ് ആക്രോശിച്ചുകൊണ്ട് അബൂജഹൽ എണീക്കുമ്പോ ഇല്ല, 1000 അബൂജഹൽമാർ കടന്നു വന്നാലും ഞാൻ എന്റെ പരിശുദ്ധമായ ഖുർആനിൽ നിന്ന് പിറകോട്ട് പോവുകയില്ല എന്ന് ഉച്ചസ്ഥലം പ്രഖ്യാപിച്ചുകൊണ്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു മഖാമു ഇബ്രാഹീമിന്റെ പിന്നിൽ ചെന്നുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അർറഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. പരിശുദ്ധമായ ഖുർആനിന്റെ പുതിയാപ്ല എന്ന് പറയുന്ന സൂറത്തുർ റഹ്മാൻ അങ്ങ് ഓതുകയാണ്. എല്ലാത്തിനും ഒരു പുതിയാപ്ലയുണ്ടെങ്കിൽ പരിശുദ്ധമായ ഖുർആനിന്റെ പുതുമണവാണ് അത് സൂറത്തുർ റഹ്മാനാണെന്ന് ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയ സൂറത്തുർ റഹ്മാൻ അങ്ങ് ഓതിക്കൊടുക്കുകയാണ്. മുത്തുനബി ഇങ്ങനെ അത് കേട്ട് ആസ്വദിച്ചിരിക്കുമ്പോൾ അബൂജഹലിന് ദേഷ്യം മടക്കി പിടിക്കാൻ കഴിയാതെ ഇബ്നു മസ്ഊദിന്റെ അടുത്ത് ചെന്നുകൊണ്ട് ഇബ്നു മസ്ഊദ് എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്നു മസ്ഊദിന്റെ കരണ കുറ്റി നോക്കിക്കൊണ്ട് ചെവിയിലേക്ക് ആഞ്ഞുകൊണ്ടൊരടി അങ്ങ് കൊടുക്കുമ്പോ ഇബ്നു മസ്ഊദ് ബോധരഹിതനായിക്കൊണ്ട് മഖാമ ഇബ്രാഹീമിന്റെ പിന്നിൽ മതാഫിലങ്ങ് വീഴുകയാണ്. പ്രിയപ്പെട്ടവരെ, വീണപാടെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ബോധം പോയിട്ടുണ്ട്. പെട്ടെന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ബോധത്തിലേക്ക് തിരിച്ചു വരുമ്പോ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കർണപടങ്ങളിൽ നിന്ന് ചെവിയിൽ നിന്ന് രക്തം ധാരധാരയായി ഒഴുകി വീഴുകയാണ്. ഈ രക്തവും ഈ പൊട്ടിയ ചെവിയുമായി ഇലാ ഹലറത്ത് റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു കടന്നു ചെന്നുകൊണ്ട് വേവലാതി പറയുമ്പോ അപ്പുറത്ത് നിന്ന് മാലാക ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പൊട്ടി ചിരിക്കുകയാണ്. മുത്തുനബി ഇതിങ്ങനെ കാണുന്നുണ്ട്. ഇബ്നു മസ്ഊദിന്റെ സങ്കടം കേൾക്കുന്നുണ്ട്. ഇബ്നു മസ്ഊദിന്റെ അടിയുടെ വേദനയിൽ കാത് പൊട്ടി രക്തം ഒലിച്ച ആ രക്തവും പൊട്ടിയ കാതുമായി കൊണ്ട് മുത്തുനബിയുടെ തിരുസവിധത്തിൽ വന്നുകൊണ്ട് വേവലാദികൾ ഇങ്ങനെ പറയുമ്പോൾ കേൾക്കുന്നതോടൊപ്പം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് ചിരിക്കുകയാണ്. ജിബ്രീലേ, എന്റെ ഒരു അനുചരന് ഇങ്ങനെ ഒരു വിഷമ സാഹചര്യം വന്നപ്പോ എന്താണ് ചിരിക്കുന്നു ജിബ്രീൽ? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ അബൂജഹലിന്റെ ഭാഗത്ത് നിന്ന് അടികിട്ടി കവിള് പൊട്ടി, അതുപോലെ തന്നെ ചെവിയും പൊട്ടിക്കൊണ്ട് രക്തമൊലിച്ച് മുത്തുനബിയോട് വന്ന് സങ്കടം പറയുമ്പോ ആ സങ്കടത്തിലാണ് രണ്ടുപേരും. അപ്പൊ അപ്പുറത്ത് നിന്നുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇങ്ങനെ ചിരിക്കാൻ. മുത്തുനബിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഇതെന്താണ് സംഗതി, ഇതെന്തിനാണ് ജിബ്രീൽ ചിരിക്കുന്നത് എന്ന്. കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എന്ത് വിഷമഘട്ടത്തിലും ആ വിഷമത്തിൽ നിന്ന് മുക്തി